ഹായ് ഫ്രണ്ട്സ്, സാംസങ്ങിൻ്റെ A50 എന്നൊരു ഫോണിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മളൊരു മികച്ച ഫോണാണ്, സാംസങ്ങിൻ്റെ ഒരു മികച്ച ഫോണാണ് A50 എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ഫോൺ കൂടി വേറെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, A30യും A10. ഈ രണ്ട് ഫോണും കൂടി ഇറക്കുന്നതിലൂടെ സാംസങ് ഈ ഒരു റേഞ്ചിൽ അവരുടെ പിടിമുറുക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. തുടരെ ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇറക്കുമ്പോൾ അവരുടെ തന്നെ പ്രൊഡക്റ്റുമായിട്ട് ഇത് ക്ലാഷ് ആവുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു ക്ലാഷ് ആവുന്ന അവസ്ഥയിൽ നിന്നും A10 ആണോ M10 ആണോ നല്ലത്, അല്ലെങ്കിൽ A30 ആണോ M30 ആണോ നല്ലത്? A10 എന്ന ഫോൺ സാംസങ്ങിൻ്റെ ഗാലക്സി M10 എന്ന ഫോണിൻ്റെ അതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്, 8990 രൂപ. അതിന് ചെറിയൊരു വേരിയൻ്റ് ഉണ്ട്, M10ന് ചെറിയൊരു വേരിയൻ്റ് കൂടി ഉണ്ട്. 7990 രൂപയ്ക്ക് 2GB റാം 16GB സ്റ്റോറേജ്. അത് കണക്കിലാക്കേണ്ട, പകരം 3GB റാമിൻ്റെ 8990 രൂപയ്ക്കുള്ള ഫോണുമായിട്ടാണ് ഈ ഒരു ഫോൺ വന്ന് ക്ലാഷ് ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ M10ൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ HD ഡിസ്പ്ലേയും അതേപോലെ തന്നെ 6.2 ഇഞ്ച് HD ഡിസ്പ്ലേ, Exynos 7870 എന്ന പ്രോസസ്സർ ഉണ്ട്, 3GB റാം ഉണ്ട്, 32GB സ്റ്റോറേജ് ഉണ്ട്, ഡുവൽ ക്യാമറയുണ്ട്, അതേപോലെ ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും 3400 mAh ബാറ്ററി. A10 വരുമ്പോൾ ഇതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ്, പക്ഷേ വ്യത്യാസം വരുത്തിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഡുവൽ ക്യാമറ എടുത്തു കളഞ്ഞു, അതേപോലെ തന്നെ 3GB റാം എന്നുള്ളതിന് പകരം 2GB റാമേ വെച്ചിട്ടുള്ളൂ. ഈ രണ്ട് സാധനങ്ങൾ കുറച്ചു, പകരം ആഡ് ചെയ്തിരിക്കുന്നത് One UI, സാംസങ്ങിൻ്റെ പുതിയ One UIയും ആൻഡ്രോയിഡ് 9 ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയ ഒരു പ്രൊസസ്സർ വെച്ചിട്ടുണ്ട്, പക്ഷേ ആ പ്രൊസസ്സർ വെക്കുമ്പോൾ റാം കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെർഫോമൻസിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവാനില്ല. അപ്പോൾ നമുക്ക് റാമും ഡുവൽ ക്യാമറയും ഒഴിവാക്കിയിട്ടാണ് ഈ പറയുന്ന One UIയും ആൻഡ്രോയിഡ് 9 കയറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് One UIക്കും അതേപോലെ ആൻഡ്രോയിഡ് 9 ആണെങ്കിൽ ഈ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ M10 എടുക്കാം. അതിൽ കുറച്ച് ബെറ്റർ റാമും ഡുവൽ ക്യാമറയും ഒക്കെ ആയിട്ട് കുറച്ച് ബെറ്റർ ഫോൺ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയും, ഈ A10 ആയാലും M10 എടുക്കാൻ വരുമ്പോൾ ഇവിടെ ബെറ്റർ ആയ ഫോണുകൾ, Asusൻ്റെയൊക്കെ മാക്സ് പ്രോ M1 എന്ന് പറയുന്ന ബെസ്റ്റ് ഫോണുകൾ അവിടെ ഉണ്ട്. നല്ല പെർഫോമൻസ് തരാൻ കഴിവുള്ള ഫോണുകളുണ്ട്, വേറെയും ഫോണുകളൊക്കെ ഉണ്ട്, എങ്കിലും മെയിനായിട്ടും മാക്സ് പ്രോ M1 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുക. ഒപ്പം തന്നെ A10 എന്ന ഫോണിന് ഗാലക്സി M10 എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് സോഫ്റ്റ്വെയർ സൈഡിലുള്ള One UIയും ആൻഡ്രോയിഡ് 9 മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സാംസങ് എന്ത് തരത്തിലുള്ള ട്രിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ M10 എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെറ്റർ പെർഫോമൻസും ഡുവൽ ക്യാമറയൊക്കെ അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ഒരു ഫോൺ എന്ന് പറയുന്നത് A30 ആണ്. ഈ ഒരു ഫോൺ M30 എന്ന് പറയുന്ന ഫോണുമായിട്ട് ക്ലാഷ് ആവുക. ആ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15000 രൂപയാണ്, 14999 രൂപയാണ് 4GB റാം വേരിയൻ്റ് വരുന്നത്. അതിന് നല്ല സൂപ്പർ AMOLED ഡിസ്പ്ലേയും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും 7904 എന്ന് പറയുന്ന നല്ല പ്രൊസസ്സർ, ഡീസൻ്റായ പ്രൊസസ്സർ, തരക്കേടില്ലാത്ത പ്രൊസസ്സറും, ഒരു 5000 mAh ബാറ്ററി, ഫാസ്റ്റ് ചാർജർ, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഒരു നല്ല ഫോൺ, ഡീസൻ്റായിട്ട് ഒരു ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ഫോണാണ്. A30 എന്നൊരു ഫോൺ ഇറക്കുമ്പോൾ അതേ സൂപ്പർ AMOLED ഡിസ്പ്ലേയും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7904 സെയിം പ്രൊസസ്സറും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെന്താണ് വ്യത്യാസം? പ്രധാന വ്യത്യാസം വരുന്നത് ക്യാമറയിലും ബാറ്ററിയിലും അതിൻ്റെ UIയിലും ഒക്കെയാണ്. ക്യാമറ കുറച്ചിട്ടുണ്ട്, ട്രിപ്പിൾ ക്യാമറ മാറ്റി ഡുവൽ ക്യാമറയാക്കി. ബാറ്ററി 5000 mAh എടുത്ത് കളഞ്ഞ് 4000 mAh വെച്ചു. പിന്നെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് One UIയും ആൻഡ്രോയിഡ് 9 എഗെയിൻ നമ്മൾ കാണാം, ഇവിടെ ഈ ഒരു UIക്കും ആൻഡ്രോയിഡ് 9 വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമുക്ക് 1000 mAh ബാറ്ററി കുറയും, പ്രൈസ് 2000 കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കാശ് കൂടുതൽ കൊടുത്തിട്ട് ഈ One UIയും ആൻഡ്രോയിഡ് 9 കിട്ടാൻ വേണ്ടി ഈ ഫോൺ എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു പിക്ചർ ക്ലിയർ ആയി തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഇനി പറഞ്ഞ് പരത്തുന്നില്ല, കാരണം M30 എന്ന ഫോണിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോണിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, കൂടുതലൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ One UIക്കും ആൻഡ്രോയിഡ് 9 വേണ്ടി നമുക്ക് ട്രിപ്പിൾ ക്യാമറയും 1000 mAh ബാറ്ററി കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കാം. എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിരിക്കുക 15000 രൂപ കൊടുത്ത് ട്രിപ്പിൾ ക്യാമറയും 5000 mAh ബാറ്ററിയൊക്കെയുള്ള അതേ പ്രൊസസ്സറും സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെയുള്ള ആ ഫോൺ എടുക്കുന്നതായിരിക്കും, M30 എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. സാംസങ് ഫോൺ വേണമെങ്കിൽ കേട്ടോ, അത് കൃത്യമായിട്ട് പറയണം, കാരണം ഇതിനേക്കാൾ ബെറ്റർ ഫോണുകൾ ഇപ്പോൾ അവിടെ ധാരാളമുണ്ട്. ഈവൻ Redmi Note 7 Pro അടക്കം ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ കിടിലൻ പെർഫോമൻസുള്ള ഫോണുകളാണ്. പക്ഷേ സാംസങ് ഫോൺ നോക്കിയാൽ M30 ഈ പ്രൈസിൽ ഒരു നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ A10 അതേപോലെ A30 ഈ രണ്ട് ഫോണുകളും വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയാണ്. ജസ്റ്റ് One UIയും ആൻഡ്രോയിഡ് 9 നമുക്ക് രണ്ട് ഫോണിലും ഒരു അപ്ഡേഷനായിട്ട് കാണാനുള്ളൂ. പക്ഷേ M10 M30 കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഡൗൺ ഗ്രേഡ്സ് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിൽ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞത് ശരിയാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.